ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ പേര് ഷംന. ഞാനപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബർ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടെന്ന്. ഇല്ല, ഒരാൾ പറഞ്ഞു ഇത്താ ലോങ് വീഡിയോ ചെയ്യാമോ എന്ന്. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് 27ാം രാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന ദിവസമായിരിക്കുമല്ലോ ഇന്ന്. ഒട്ടുമിക്ക വീടുകളിലും ഇന്നായിരിക്കും കേട്ടോ അത്. അപ്പോൾ ഞാനും ഇന്ന് റെഡിയാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമാണ് എഴുന്നേറ്റിരിക്കുന്നത്. ഇനിയിപ്പോൾ മോനെ എഴുന്നേൽപ്പിക്കണം, അവൻ അംഗൻവാടിയിലൊക്കെ പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളയുടെ നമ്മുടെ നോമ്പ് തുറപ്പും ഇടയത്താഴം ഒക്കെ ആയിട്ട് ഒരു കോലമായിട്ട് കിടക്കുവാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പണികളൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുണ്ട്, അയാളെ പറഞ്ഞ് അംഗൻവാടിയിൽ വിടണം. അല്ലാതെ ഒരു കാര്യവുമില്ല. കാര്യം എത്രയൊക്കെ അടുക്കി പറക്കി വെച്ചാലും ഒന്നും ലാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ മിഷൻ അവനെ പറഞ്ഞു വിടണം. അവനെ പോയി എഴുന്നേൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. കുറേ തവണ വിളിച്ചു കഴിയുമ്പോഴാണ് എഴുന്നേൽക്കുക. അപ്പോൾ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പതിവുള്ളതാണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നടക്കണം എടുത്തുകൊണ്ട്. പിന്നെ ഞാൻ താഴെ ഇറങ്ങാതെ വരുമ്പോൾ എനിക്ക് അടുക്കളയിൽ പോകണമല്ലോ, അവൻ്റെ കൂടെ ഇരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി TV ഓൺ ചെയ്ത് കൊടുക്കും കേട്ടോ. കാർട്ടൂണിൻ്റെ ചാനലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇരിക്കും. എന്നാലേ എനിക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ പറഞ്ഞു വിടാനായിട്ട് പറ്റൂ. അങ്ങനെ TV ഓണാക്കി കൊടുത്തു, ഫാനും ഓണാക്കി കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് പോവാണ്. അവനുള്ള പാലും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുത്തിട്ട് അംഗൻവാടിയിലോട്ട് പറഞ്ഞു വിടണം. നമ്മളിവിടെ മുകളിലാണ് കേട്ടോ താമസം. അപ്പോൾ തുണിയിടാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വാഷ് ചെയ്ത തുണിയാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അവന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോയമ്പാണെങ്കിലും അല്ലെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ ഉണ്ടാക്കണമല്ലോ. ഇന്ന് 27ാം രാവാണ് കേട്ടോ. സാധാരണ മിക്ക വീടുകളിലും 27ാം രാവിനാണ് വീട് ഒതുക്കി പെരുന്നാളിൻ്റെ ആ ഒരു കാര്യം. ഈ 3-4 ദിവസം ഉള്ളൂ നോയമ്പ്. അപ്പോൾ എല്ലാ വീട്ടിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നായിരിക്കും. അങ്ങനെ പാത്രം കഴുകൽ നോയമ്പിന് അറിയാമല്ലോ, വീട്ടമ്മമാർക്ക് അറിയാം, ഉമ്മമാർക്കൊക്കെ അറിയാം. പാത്രം എപ്പം നോക്കിയാലും കാണും കേട്ടോ കഴുകാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഡെപ്പികൾ കാര്യങ്ങൾ നമ്മൾ പൊടികളൊക്കെ ഇടുന്ന ഡെപ്പികളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. പിന്നെ അടുക്കളയെല്ലാം തുടച്ച് ക്ലീനാക്കി കേട്ടോ. അങ്ങനെ അടുക്കളയുടെ പണിയൊക്കെ ഒരുവിധം സെറ്റായി. അടുക്കള ക്ലീനാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്നിനി ഒന്നും വെക്കണ്ട. അവൻ അംഗൻവാടി പോകുന്നതുകൊണ്ട് അവന് ഫുഡൊക്കെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചോളും. അപ്പോൾ അടുക്കള ക്ലീനാക്കിയതിന് ശേഷം അവന് വിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ ആക്കി അവനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ ഇട്ട് കൊടുത്തു. സാധാരണ എന്നും പോകാൻ നേരം ഒരു വയറുവേദന ഉള്ളതാണ്. ഇന്ന് എന്തായാലും അത് പറഞ്ഞില്ല കേട്ടോ, ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ്ങാണ് ഫ്ലോർ. പിന്നെ ഫാനിൻ്റെ ചിലന്തി വലയൊക്കെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെറ്റി ഫുള്ളെല്ലാം തട്ടിക്കുടഞ്ഞു. അത് നിറച്ച് പൊടിയാണല്ലോ. അവൻ ഓരോന്ന് വെച്ച് കഴിച്ചിട്ട് അവിടെ എല്ലാം ആക്കിയിടും. അതെല്ലാം വൃത്തിയാക്കിയിട്ടു. പിന്നെ തൂത്തു തുടച്ചു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വ്ളോഗ് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ കാണും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക, എല്ലാം വഴിയെ ശരിയാക്കാം. ബെഡ്റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എല്ലാം വലിച്ചുവാരി ഇട്ടിരിക്കുവാണ്. ബട്ട് സാരമില്ല, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന കണക്ക് ഞാൻ എല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വലുതായിട്ടൊന്നുമില്ല. എല്ലാ സാധനങ്ങളും അടുക്കി പറക്കി വെച്ചു. പിന്നെ ഷീറ്റൊക്കെ മാറ്റി കേട്ടോ, വാഷ് ചെയ്യാനായിട്ടിട്ടു. പിന്നെ മോപ്പിംഗ് ആയിരുന്നു. ഫ്ലോറെല്ലാം തുടച്ചു വൃത്തിയാക്കി. അങ്ങനെ ഒരുവിധമുള്ള ജോലികളൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാറ്റൊക്കെ കഴുകിയിടണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ബട്ട് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് വിരിച്ചിടാനായിട്ട് വേറെ സ്ഥലവുമില്ല. പിന്നെ നാളെ പറ്റുള്ളൂ. ഉണങ്ങിയിട്ടില്ല ഒന്നും. അങ്ങനെ എല്ലാ ജോലികളും ഒരുവിധം എല്ലാം ഒതുങ്ങി കേട്ടോ. ഞാൻ വാഷ് ബേസിൻ എല്ലാം കഴുകി. അപ്പോൾ എല്ലാം ടേബിളും ടീപ്പോയും എല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അവസാനം എല്ലാ സാധനങ്ങളും അടുക്കി പറക്കിയൊക്കെ വെച്ചു. അപ്പോൾ വീടിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ജോലിയും ഒതുങ്ങി. ഇനി ബാത്റൂമും കഴുകുക, ഞാനും കുളിക്കുക, അത്രയും കൂടെ ഉള്ളൂ ജോലി. ബാക്കി വീട്ടിലെ എല്ലാ ജോലിയും ഒതുങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് കടയിൽ 1-2 സാധനങ്ങളും കൂടെ വാങ്ങാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ ഒരുക്കങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കല്ലേ. ബൈ.